കോപ്പി അടിക്കുന്നു അങ്ങനത്തെ ഒരു വാദം പറയുന്നുണ്ടല്ലോ. ഉം ഉം. അത് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? നമ്മളിപ്പോ രാഗത്തിന്റേതാണോ? ഒരു രാഗം എടുക്കുമ്പോഴത്തേക്ക് വരുന്നതാണോ? അതെന്താണ്? അങ്ങനെയല്ല. ഒരു രാഗമാണെങ്കിലും നമ്മളതിനൊരു റിസർച്ച് മെന്റാലിറ്റി വേണം. ഉം. മനസ്സിലായില്ലേ? ആ ഉം. റിസർച്ച് മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി ഒറ്റയടിക്ക് കിട്ടൂല. ഉം. നമ്മൊരു ട്യൂൺ തന്നെ നമുക്കിപ്പോ ഒരു ട്യൂൺ ഇൻസ്പയർ ചെയ്തു. ഉം. ആർക്കും സംഭവിക്കും. ദേവരായ മാഷ് പറഞ്ഞിട്ടുണ്ട് ഒരു ചുവരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റുള്ളൂ. ഒരു ചുവരായിട്ട് വിചാരിച്ചാൽ അതിന്. ഒരു റെഫറൻസ് എന്നൊക്കെ വേണേൽ പറയാം. ഉം. റെഫറൻസ് അങ്ങനെ തന്നെ ട്യൂൺ എടുത്തിട്ട് അങ്ങോട്ട് വേറെ പാട്ടൊന്നും എന്റെ പേരിൽ ഒരു പാട്ട് ഉണ്ടാക്കിയപ്പോ എന്ത് മ്യൂസിക് ഡയറക്ടർ. ഉം. പക്ഷെ ആ റെഫറൻസ് വെച്ചിട്ട് നമുക്ക് സ്പാർക്ക് എന്ന് പറയാം അതിനെ. ഉം. പെട്ടെന്ന് നമുക്കൊരു പ്രചോദനം കിട്ടും. ആ പ്രചോദനത്തിൽ നമ്മൾ ഉണ്ടാക്കിയ വേറെ ആയിരിക്കും. ഇനിയിപ്പോ അറിയാതെ നമ്മുടെ ഒരു ലൈൻ അതിൻ്റെ അകത്ത് ആയിപ്പോയെങ്കിൽ അത് കേൾക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും പറഞ്ഞു അയ്യോ ഇത് മറ്റേ ലൈൻ അങ്ങനെ തന്നെ ആയിപ്പോയെന്ന് പറഞ്ഞാൽ ഒന്നും ശ്രമിച്ചാൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. കാര്യം 7 സ്വരങ്ങളേ ഉള്ളെങ്കിലും കാര്യമൊന്നുമില്ല. നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. എന്തോ എന്തൊക്കെ വെറൈറ്റിയിൽ നമുക്ക് ഐഡിയാസ് വരുമെന്ന് അറിയാം. ഉം. അതില്ലാതെ ഇതൊക്കെ മതി എന്ന് പറഞ്ഞത് പോയാലാണ് ഈ കോപ്പി അടിയാണ്.